ഹായ്, വെൽക്കം ബാക്ക് ടു പാർട്ട് 2 ഓഫ് ക്രോഷിങ് എ ബാഗ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ റൗണ്ട് 9ലാണ് സ്റ്റോപ്പ് ചെയ്തത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്തിട്ട് ഇനി ചെയ്യേണ്ടത് ഈ കാണുന്ന 2 വെർട്ടിക്കൽ ഡബിൾ ക്രോഷ്യ ലൂപ്പിൻ്റെ ഇടയിൽ ഒരു സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു കൊടുത്തു. അടുത്തതായിട്ട് അടുത്ത സെറ്റ് ഡബിൾ ക്രോഷ്യയുടെ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇതുപോലെ 1 2 3 and 4. എന്നിട്ട് ഒരു ചെയിൻ ചെയ്യുക. ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഈ കാണുന്ന പോലെ തിരിക്കണം. തിരിച്ചിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ 4 ഡബിൾ ക്രോഷ്യ അഗെയിൻ ചെയ്യുകയാണ് വേണ്ടത്. ഇതിങ്ങനെ തിരിയുന്നത് മാറിപ്പോവാതെ സൂക്ഷിക്കണം. 1 ടൈം ചെയ്യുമ്പോഴേക്കും ഓക്കെ ആവും. 2 ലൂപ്സായി. 3rd ഡബിൾ ക്രോഷ്യ ചെയ്യാം. ആൻഡ് 4th one. 4th ഡബിൾ ക്രോഷ്യ. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിച്ചാണ് കിട്ടുന്നത്. എന്നിട്ട് ആ സ്റ്റിച്ചിനെ ഉറപ്പിക്കാനായിട്ട് നമ്മളിതാ തൊട്ടടുത്ത സെറ്റിലേക്ക് ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് സെയിം സ്റ്റെപ്പ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ 4 ഡബിൾ ക്രോഷ്യ ഫസ്റ്റത്തെ ഡബിൾ ക്രോഷ്യ ലൂപ്പിൽ ചെയ്യാം, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൽ ചെയ്യാം. പിന്നെയും ചെയിൻ 1 കൊടുക്കണം. ചെയിൻ 1 കൊടുത്തിട്ട് പിന്നെയും അപ്പുറത്തേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ 4 ഡബിൾ ക്രോഷ്യ കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഈ ഹോൾ റൗണ്ട് ചെയ്യണം. അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റൗണ്ട് 10ൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. എന്നിട്ട് ചെയിൻ 3 ചെയ്യാം. ഫസ്റ്റത്തിൽ നമ്മൾ ചെയിൻ 1 ആയിരുന്നു ചെയ്തിരുന്നത്. ചെയിൻ 3 ചെയ്തതിന് ശേഷം ഒരു ഡബിൾ ക്രോഷ്യം കൂടെ സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇടയിൽ സ്പേസ് വരാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ ആഡ് ചെയ്തു. എന്നിട്ട് അടുത്ത സ്പേസിലേക്ക് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യണം. Again chain 1, repeat the whole step. ഈ കാണുന്നില്ലേ, ഈ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 2 ഡബിൾ ക്രോഷ്യയുടെ നേരെ നടുക്കാണ് സ്റ്റിച്ച് പോകേണ്ടത്. നമ്മൾ ഈ സൈഡിലൂടെ സ്പേസ് കാണുമ്പോൾ ഇട്ട് പോകരുത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വേ. അങ്ങനെ നമ്മൾ ഈ റൗണ്ടിൻ്റെ അവസാനം എത്തിയിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് ആ റൗണ്ടിൻ്റെ ഫസ്റ്റ് ഉണ്ടായിരുന്ന സ്റ്റിച്ചിൽ 3ാമത്തെ ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ചെയിൻ 1 ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് താഴെ കാണുന്ന അതേ സ്റ്റിച്ചസ് തന്നെ ഇതിൽ ആഡ് ചെയ്യണം. പക്ഷേ ഇതിൽ ഈ ബാഗിൽ കാണുന്ന പോലെ ആൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ചസ് ആഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ സ്കെയിൽസ് ആഡ് ചെയ്യേണ്ടതുണ്ട്.
ഈ ബാഗിൽ 2 തരം സ്റ്റിച്ചസ് കാണാം. ഒന്ന് ആൾട്ടർനേറ്റ് ആയിട്ടും ഒന്ന് മുകളിലുള്ള പോലെ കറക്റ്റ് നേരെ ആയിട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ലൂപ്പിൽ സ്റ്റിച്ച് കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു പാറ്റേൺ ചേഞ്ച് ആവാൻ പറ്റും. നേരത്തെ ലെയറിൻ്റെ നേരെ ഇടയിലുള്ള സ്ഥലത്താണ് നെക്സ്റ്റ് ലെയർ ആഡ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്ന സെറ്റ് ഓഫ് ഡബിൾ ക്രോഷ്യ വെർട്ടിക്കൽ ലൂപ്പിൻ്റെ ഇടയിൽ നമ്മൾ 4 ഡബിൾ ക്രോഷ്യ ഇതുപോലെ ആഡ് ചെയ്ത് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യണത്. 4 ഡബിൾ ക്രോഷ്യ ചെയ്യാം, എന്നിട്ട് ഒരു ചെയിൻ ചെയ്യാം, പിന്നെയും 4 ഡബിൾ ക്രോഷ്യ ഇപ്പുറത്തെ ഡബിൾ ക്രോഷ്യ ലൂപ്പിൽ ചെയ്യണം, എന്നിട്ട് പിന്നെയും സിംഗിൾ ക്രോഷ്യ അടുത്ത സെറ്റ് ലൂപ്പിൽ ചെയ്തിട്ട് നമ്മളൊരു സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഹോൾ റൗണ്ടിൽ ഇത് റിപ്പീറ്റ് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ ഈ സ്കെയിലിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം. എന്നിട്ട് പിന്നെ നമുക്ക് മറ്റേ ഡബിൾ ക്രോഷ്യയുടെ ചെയിൻ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 3 ചെയിൻ ചെയ്യാം, ഡബിൾ ക്രോഷ്യ സെയിം ലൂപ്പിൽ തന്നെ സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്യാം. എന്നിട്ട് പിന്നെയും 1 ചെയിൻ ചെയ്യാം. നെക്സ്റ്റ് ഇടയിൽ നേരത്തെ കണ്ട ആ സെറ്റിൻ്റെ ഉള്ളിലൂടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇതെങ്ങനെ ഈ റൗണ്ടിലും റിപ്പീറ്റ് ചെയ്ത് പോവാം. അടുത്ത റൗണ്ടിലും നേരത്തെ റൗണ്ട് 11ത്തെ പോലെ റിപ്പീറ്റ് ചെയ്യണം. അതായത് സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് നമുക്കിതിൻ്റെ ആൾട്ടർനേറ്റ് ആയിട്ട് വേണ്ടതുകൊണ്ട് 1 ചെയിൻ ചെയ്തിട്ട് അതിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. തൊട്ട് മുന്നത്തെ സ്റ്റിച്ചിൽ നമ്മളവിടെ 4 ഡബിൾ ക്രോഷ്യ ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ട് ഇതിന് ആൾട്ടർനേറ്റ് ആയിട്ട് വരേണ്ടത് കൊണ്ട് അടുത്ത സെറ്റിലാണ് 4 ഡബിൾ ക്രോഷ്യ 1 ചെയിൻ 4 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് ഈ റൗണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോവാം. ഇത്രയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നെക്സ്റ്റ് റൗണ്ട് എത്തി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് നേരത്തെ ആ സെറ്റ് ഓഫ് ചെയിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ചെയിൻ ആഡ് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിൽ ചെയ്യുക, ചെയിൻ 1, എന്നിട്ട് അടുത്ത സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകണം. വീണ്ടും അടുത്ത റൗണ്ട് എത്തി. അപ്പോൾ പിന്നെയും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം, അതിനെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിന് ആൾട്ടർനേറ്റ് ആയിട്ട് വരേണ്ടത്. ഇവിടെ ഇപ്പം ഫസ്റ്റ് സ്റ്റിച്ച് തന്നെ നമുക്ക് ഈ ക്രോക്കഡൈൽ സ്റ്റിച്ച് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1 ചെയിൻ ചെയ്തു, എന്നിട്ട് ഇവിടെ തന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്യണം. തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ നമ്മൾ അവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് അടുത്ത സെറ്റിലായിരുന്നു 4 ഡബിൾ ക്രോഷ്യ ചെയ്തത്. ഈ റൗണ്ട് പിന്നെയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗിന് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ചിട്ട് ഈ റൗണ്ടുകൾ ഓൾട്ടർനേറ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പോകും. നമുക്ക് ആവശ്യമുള്ള സൈസ് എത്തിയപ്പോൾ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ഈവൻ ഔട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ക്രോക്കഡൈൽ സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ ആഡ് ചെയ്യാം. അതിനുശേഷം ക്രോക്കഡൈൽ സ്റ്റിച്ചിൻ്റെ നടുക്കുള്ള സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. പിന്നെയും തൊട്ടടുത്ത സെക്കൻഡ് ഹാഫിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. പിന്നെ ചെയ്യേണ്ടത് അതിന് ഇടയിലുള്ള 2 ക്രോക്കഡൈൽ സ്റ്റിച്ചിൻ്റെ ഇടയിലുള്ള ആ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാം. ഞാൻ ഈ റൗണ്ട് കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ ക്രോഷ്യയുടെ റൗണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട്. എന്നിട്ട് നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം ഒരു കോഡ് എടുത്തിട്ട് ഇതിലേക്ക് നീഡിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.